നാരായണ നാരായണ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനെ. ഓം. അറിവു നേടുവാനിരുട്ടു മാറ്റുവാൻ അരൂപിയാം ബ്രഹ്മം അതിമനോഹരൻ അരുമയായി ദശരഥസുതനായി അരികത്തു ചേർത്തു അറിവാം സീതയെ. അറിവില്ലാ ജനം അവരൊത്തു ചെയ്ത അതിവിശേഷമാ നടനം കണ്ടിട്ട് അതിവിപത്താണെന്നറിഞ്ഞു സാദരം അതികായ പാദം പിടിച്ചു സർവദാ. കലിദോഷം മറികടക്കുവാൻ കാലം അവനി തന്നിൽ നിന്നുയർന്ന സീതയിൽ മനമുനി രാമചരിതമെപ്പോഴും മനസ്സിൽ കാണുന്നു ഹനുമാനൊപ്പം ഞാൻ. താരകബ്രഹ്മമാം രാമനാമം വിധി 100 കോടി ഗ്രന്ഥമാക്കി ചമയ്ക്കവേ സാരമെടുത്തൊരു കോടിയാക്കി ഹരൻ വ്യാസനായി ശ്രീഹരി സംഗ്രഹിച്ചു അത്. ഭക്തിയൊപ്പം ജ്ഞാനം നേടുവാൻ വേണ്ടിയും രാമായണം യുക്തിയോടെ പഠിക്കണം. തൻ്റെ ലഘുത്വവും രാമമഹത്വവും കണ്ടറിഞ്ഞു രാമബ്രഹ്മത്തിലെത്തണം. വിദ്യാസ്വരൂപിണി സീതാചരിതത്തെ രാമനോടൊന്നിച്ചു പാർവതിക്കേകിയ രാമായണം 7 കാണ്ഡങ്ങളാക്കിയും കോടി ഗ്രന്ഥങ്ങളെ 3 ആക്കി മാറ്റിയും ദേവനും ദൈത്യനും മാനവർക്കും നൽകി ബാക്കി ഒരു ഗ്രന്ഥം 3 ആക്കി ബാക്കിയായി 2 അക്ഷരം രാമ നെഞ്ചിലേറ്റി ശിവൻ രാമന്റെ വാങ്മയ രാമായണ തനു. രാമായണമാം മഹാകാവ്യമെന്നുടെ ജ്ഞാനം പ്രകാശിതമാക്കണേ രാഘവ. അർത്ഥകാമാസക്തി തീർക്കുവാൻ ശ്രീപദേ സത്സംഗമേകി അനുഗ്രഹിക്കേണമേ. ജ്ഞാനസ്വരൂപനാം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനായി അഹങ്കാരത്തിൻ മൂർത്തിയും മോക്ഷേച്ഛ തന്നു ഭരിക്കും ഭരതനും ഷഡ്വൈരിഹിംസയ്ക്കായി ശത്രുഘ്നനും തഥാ. ഭക്തദാസൻ മഹാവീര ഹനുമാനും വിദ്യയേകുന്ന ശിവപാർവതിമാരും ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും തരും രാമസീതാപാദം തന്നിൽ നമിപ്പു ഞാൻ. ശംഖാൽ പരിപൂർണജ്ഞാനത്തെ ഏകിയും ചക്രമൻ ശത്രുവേ ദൂരെ അകറ്റിയും ശേഷൻ അഹങ്കാരം നീക്കിയൻ ജീവനെ രാമപാദത്തിൽ ലയിപ്പിക്കണേ ഹരേ. വേദവും ശാസ്ത്രവും ദോഹനം ചെയ്തിട്ടു രാമായണമായി രചിച്ചു ചതുർമുഖൻ ആ രാമതത്വം ശിവയോടു ശ്രീശിവൻ. ആ രാമതത്വം ശിവയോടു ശ്രീശിവൻ വിസ്തരിച്ചോതുന്നു ലോകഹിതത്തിനായി. വ്യാസൻ രചിച്ചൊരീ അധ്യാത്മഗ്രന്ഥമാം രാമായണം മലയാളത്തിലാക്കുവാൻ സാധിക്കണേ ഭൂമിപുത്രീപതി ഹരേ. രാമായൻ ചിത്തിൽ വസിക്കണേ സുസ്ഥിരം. ഭഗവാൻ ഞാനാണ് എല്ലാം, ഞാനേ ഉള്ളൂ, ആദ്യവും ഇപ്പോഴും ലയശേഷവും എന്നിലാണ് എന്ന് പറഞ്ഞ ആ ഭഗവാൻ ബ്രഹ്മാവിന് കൊടുത്ത ഉപദേശത്തെ 100 കോടി ഗ്രന്ഥങ്ങളാക്കി മാറ്റി. മഹാദേവൻ അത് 10 കോടി ഗ്രന്ഥങ്ങളാക്കി ചുരുക്കി. വീണ്ടും അത് 1 കോടി ഗ്രന്ഥങ്ങളാക്കി മാറ്റി. വ്യാസൻ അത് 4 ലക്ഷമാക്കിയിട്ട് മാറ്റി. 18,000 ഭാഗവതവും 24,000 രാമായണവും 4,250 അധ്യാത്മരാമായണവും ഇങ്ങനെയെല്ലാം കണക്കുകൾ പലതും. 18 പുരാണങ്ങളിൽ 4 ലക്ഷം എന്ന് ചേർത്തിട്ടുണ്ട്. ഇതിഹാസം എന്ന നിലയ്ക്ക് ഇഹ ഇതി ആസം ഇങ്ങനെ ഒന്ന് ഇവിടെ ഉണ്ടായിരുന്നു. പുരാ അപി നവം പുരാണം, പണ്ടും ഇന്നും പുത്തനായിട്ട് നിൽക്കുന്നു എന്ന് സാരം. അതാണ്. അപ്പോൾ അറിവ് നേടാൻ ഗ്രന്ഥങ്ങൾ 19 തരത്തിൽപ്പെട്ടതായിട്ടുള്ള അറിവുകളുണ്ട്. വേദം, ശാസ്ത്രം, പുരാണം തുടങ്ങി ഉപനിഷത്ത് തുടങ്ങിയ പലതും നമുക്ക് അറിവ് തരുന്നതാണ്. ആ അറിവിനെ മനനം ചെയ്യുക, പ്രാക്ടിക്കലായിട്ട് ദേഹം കൊണ്ടത് ചെയ്തു തീർക്കുക, ശീലമാക്കിയിട്ട് ചെയ്യുക. ഇത് നിർബന്ധമാണ്. അങ്ങനെ ആയാലാണ് ജ്ഞാനവും കിട്ടുക,
ഈ ജീവിതത്തിന് സ്വസ്ഥതയും കിട്ടുക. അപ്പം അതിൽ രാമായണത്തിൽ രാമനും സീതയും നിറഞ്ഞു നിൽക്കണു. ദാസ്യഭക്തിയോട് കൂടിയിട്ട് ഹനുമാൻ നിൽക്കണു. തിദിക്ഷാഭാവത്തോട് കൂടിയിട്ട് സീത, വിനയഭാവത്തോട് കൂടിയിട്ട് സേവകൻ എന്ന ഭാവത്തിൽ ഭരതൻ, നിഴല് പോലെ ലക്ഷ്മണൻ. എല്ലാ കഥാപാത്രങ്ങളും ഒരേപോലെ തന്നെ നമ്മെ പലതും പഠിപ്പിക്കുന്നു. രാവണനെ പോലെ സ്ത്രീകാമിയാവരുത്, അന്യരെ ദോഷിക്കരുത്, അന്യരെ എങ്ങനെ ദ്രോഹിക്കരുത്, വിദ്വേഷത്തോടു കൂടിയിട്ട് കാണരുത്, ക്രോധസ്വഭാവവും ആലസ്യവും കുംഭകർണനെ പോലെ ഉണ്ടാവാൻ പാടില്ല. ജീവിതം തന്നെ ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുക എന്ന ഹനുമാൻ്റെ ആ ഭാവം, എല്ലാ അർത്ഥത്തിലും സഹായിക്കുക എന്ന സുഗ്രീവൻ്റെ ആ ഭാവം, തനിക്കുള്ളതും മറ്റുള്ളവരുടെ പകുതിയും എന്ന നിലയ്ക്ക് രജോ ഗുണം അതിൻ്റെ മാക്സിമത്തിൽ സങ്കുചിതമായിട്ട് സ്വാർത്ഥമായിട്ട് വന്നപ്പോൾ അതിനെ ഒളിയമ്പെയ്ത് കൊന്ന രാമൻ്റെ ബാലിയെ മോചിപ്പിക്കുക എന്ന വലിയ അപവാദം പോലെ രാമനെ ബാധിച്ചുവെങ്കിലും നമ്മളെ ചിന്തകളാകുന്ന ദുഷ്ചിന്തകളാകുന്ന ആ കാടുകയറൽ എന്ന ഒരു സ്വഭാവത്തെ ഈ ഒളിയമ്പെയ്തുകൊണ്ട് വധിക്കുക തന്നെ വേണം. ദൃഷ്ടിം തഥാ പ്രതിനിവൃത്യ. ഏതെല്ലാം കഥാപാത്രങ്ങളെ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ശബരിയെപ്പോലെ ഏറ്റവും നല്ലത് മാത്രം കൊടുക്കുക എന്ന ഭാവം, ജ്ഞാനം വേണ്ട. ശരഭംഗനെ പോലെ താൻ നേടിയത് മുഴുവൻ ഇതാ ഭഗവാന് സമർപ്പിക്കുന്നു. പരശുരാമനെ പോലെ തൻ്റെ വിഷ്ണു ചൈതന്യം മുഴുവൻ ഇതാ രാമനായിക്കൊണ്ട് സമർപ്പിക്കുന്നു. ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല. വിദ്യാധരനെ പോലെ മുക്തനായി കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവത് അർപ്പിതമായി തീരുവാൻ, ഭഗവത് ഉന്മുഖമായിട്ട് എല്ലാ പ്രവൃത്തികളും സമർപ്പിക്കാൻ എനിക്ക് സാധിക്കണമേ പ്രാർത്ഥനയാണ്. അഹല്യയെപ്പോലെ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തരത്തിൽപ്പെട്ടതായിട്ടുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തപസ് ചെയ്തുകൊണ്ട് ഭഗവാനിൽ എത്തിക്കാൻ സാധിക്കണേ മനസ്സ്. തോണിക്കാരനെ പോലെ ഈ ഭഗവാന്റെ പാദശുശ്രൂഷയ്ക്കുള്ള അനുവാദം എനിക്കും തരയണമേ. ശ്രവണൻ എന്ന ഒരു വൈശ്യനാണ് അയാൾ. അദ്ദേഹം കണ്ണ് കാണാത്തതായിട്ടുള്ള അച്ഛനെയും അമ്മയെയും ശുശ്രൂഷിക്കുക എന്ന ആ ഭാവം, ആ ശ്രവണനെ അറിയാതെ കണ്ട് ശബ്ദവേദ ശരം കൊണ്ട് ദശരഥൻ ആന വെള്ളം കുടിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുടത്തിൽ വെള്ളം മുക്കുന്ന ആ സമയത്ത് ശബ്ദം ദശരഥൻ കേട്ടു. ആന വെള്ളം കുടിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചു. ശബ്ദവേദ ശരം കൊണ്ട് കാണാതെ കണ്ട് അമ്പ ചെയ്തു. അത് ആ മുനികുമാരനായിട്ടുള്ള ഈ വൈശ്യൻ്റെ ശ്രവണൻ എന്ന ആ ഉണ്ണിയുടെ ദേഹത്താണ് കൊണ്ടത്. ആ ഉണ്ണി മൃതനാവുന്നു. ദശരഥൻ ആ സമയത്ത് കുട്ടികളില്ല. ദശരഥൻ്റെ സന്താനത്തിന് കാരണമായി ആ ശ്രവണൻ്റെ അച്ഛനും അമ്മയും, അന്ധരായിട്ടുള്ള അച്ഛനും അമ്മയും ശപിച്ചത്. മകൻ മരിച്ചുള്ള ആ ദുഃഖത്തിൽ ഞങ്ങൾക്ക് നീറി മരിക്കേണ്ട ഒരവസ്ഥ ഇപ്പോൾ വന്നില്ലേ അങ്ങ് കാരണം കൊണ്ട്. അതുകൊണ്ട് അങ്ങയ്ക്കും പുത്രദുഃഖം, പുത്രൻ ഉണ്ടായിട്ടും മരണസമയത്ത് പുത്രന്മാർ അടുത്തില്ലാതെ കണ്ട് ദുഃഖിക്കാൻ ഇടവരട്ടെ എന്നാണ് ശാപം. അപ്പോൾ ദശരഥൻ ചിന്തിച്ചു, ഇതിപ്പോൾ ശാപമാണോ അനുഗ്രഹമാണോ? തനിക്ക് കുട്ടികളില്ല, കുട്ടികളുണ്ടായിട്ട് വേണം. അപ്പോൾ കുട്ടികൾ ഉണ്ടാവും എന്നുള്ള ഉറപ്പായില്ലോ എന്നാണ് കണക്കാക്കിയത്. ഉർവശി ശാപ ഉപകാരം പോലെ തന്നെ അനവധി ശാപങ്ങൾ ഉപകാരങ്ങളാണ്. കൈകേയിയെ പോലെ ഈ സേവ പറഞ്ഞുകൊണ്ട്
പറയുന്നത് അപ്പോൾ സത്യമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള മന്ധരമാരെ കൂട്ടുപിടിച്ചാൽ എത്ര ഇഷ്ടയാണെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ വിരോധിക്കപ്പെടും, എല്ലാവരാലും വെറുക്കപ്പെടും. സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് തൻ്റെ മകനെ രാജാവാക്കുക, രാജാവകാശി ആയിട്ടുള്ള ആളെ 14 കൊല്ലം വനവാസത്തിന് പറഞ്ഞയക്കുക എന്ന നീചമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ മന്ധരയാൽ എത്തിപ്പെട്ടപ്പോൾ കൈകേയിക്ക് എല്ലാവരാലും വിമർശനം നേരിടേണ്ടി വന്നു. രാമന് അത് പ്രശ്നമല്ല. രാമൻ ദശരഥൻ്റെ അച്ഛൻ്റെ മരണശേഷം കാട്ടിൽ വെച്ചിട്ട് കൈകേയിയെ കണ്ടു കഴിഞ്ഞപ്പോൾ, കൈകേയി ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ, ഇന്നു മുതൽ എൻ്റെ ഭക്തയാണ് കേട്ടോ. ഈ ഒരു അപഖ്യാതി അവിടെ ഉണ്ടാകുമെങ്കിലും അത് സാരമില്ല, അത് ജീവൻ്റെ ശുദ്ധിക്ക് കാരണമായി തീരും. എന്നെ ഭജിച്ച് കൊട്ടാരത്തിൽ അമ്മ മഹാറാണിയായിട്ട് തന്നെ കഴിഞ്ഞോളൂ. അതാണ് രാമൻ. പലപ്പോഴും പല പല കഥാപാത്രങ്ങളും നമ്മെ ഇതേപോലെ നമ്മുടേതായിട്ടുള്ള ഏതെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിനെ തീർക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതാണ് രചയിതാവായിട്ട് വാൽമീകി പോലും തൻ്റെ തന്നെ കഥ പറഞ്ഞു. രത്നാകരൻ എന്ന കാട്ടാളൻ സൽസംഗം കൊണ്ട് രാമനെ ഭജിക്കാനുള്ള അർഹത നേടി ഭജിച്ചു, വാൽമീകിയായി. ഭരദ്വാജനെ പോലെ, അഗസ്ത്യനെ പോലെ, അഗസ്ത്യ ശിഷ്യന്മാരെ പോലെ എത്രയോ മഹർഷിമാർ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട്, ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട്, മഹാദേവൻ പോലും രാമരാമ ജപിച്ചുകൊണ്ട് കാശിയിൽ രാമചരിതം കേൾക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ശ്രീപാർവതി, രാമകഥ പറയുന്നതായിട്ടുള്ള നാരദൻ, ആശ്രിതനായിട്ടുള്ള വിഭീഷണൻ, എല്ലാവരും ഒരേപോലെ. എല്ലാ അർത്ഥത്തിനും സഹായങ്ങളെ ചെയ്യുന്നതായിട്ടുള്ള സുഗ്രീവൻ തോഴനായിക്കൊണ്ട്, എവിടെയായാലും ഞാൻ എന്നും സഹായിക്കുമെന്ന് പറഞ്ഞ സഹോദര സ്ഥാനത്തുള്ള ഗുഹൻ, അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും നമ്മളെ അവിടേക്ക് എത്തിക്കുന്നു. അങ്ങനെയുള്ള രാമചരിതത്തെ നമുക്ക് പാരായണം ചെയ്യാം. ലളിതമായിട്ടുള്ള ഭാഷയിൽ എഴുതിയതായിട്ടുള്ള അധ്യാത്മരാമായണത്തിൻ്റെ വ്യാസവിരചിതം 4250 ശ്ലോകങ്ങളെ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് രാമായണം ബാലഭാഷിതം എന്ന പേരിൽ എഴുതി അത് പാരായണം ചെയ്യുന്നു. കേൾക്കാം. ആദ്യത്തെ അധ്യായം 7 കാണ്ഡങ്ങളാണ് ഇതിലുള്ളത്. 7 കാണ്ഡങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ബാലകാണ്ഡത്തിലെ ആദ്യത്തെ അധ്യായം പാരായണം ചെയ്യുന്നു. ഇതിൽ 7 അധ്യായമാണ് ഉള്ളത്. കേൾക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ഓം ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ജാനകി കാന്തസ്മരണം ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയസ്വാമി കി ജയ്. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം നമോ നാരായണായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീരാമായ നമ. ഓം സീതാദേവ്യൈ നമ. ഓം ശ്രീ ഹനുപതയേ നമ. ഓം ശ്രീ ശിവായ നമ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഓം ഭൂവിൽ വസിക്കുന്ന സജ്ജന രക്ഷയ്ക്കായി ദേവഗണം ചെന്നു പ്രാർത്ഥിച്ചു കേഴവേ. രാക്ഷസനാശത്തിനായി ജഗന്മയൻ ശ്രീരാമനായി രവികുലേ ജാതനായി. സീതയെ മുൻനിർത്തി രാവണൻ തൻ കുലം പാടെ നശിപ്പിച്ചു ഭൂമി തൻ പാലനം. മാനുഷവേഷത്തിൽ നന്നായി അനുഷ്ഠിച്ച വിഷ്ണുവെ കൂപ്പുന്നു ഭക്തിയോടെപ്പോഴും. സൃഷ്ടിസ്ഥിതിലയ കാരണനവ്യയൻ മായയ്ക്കും 3 ഗുണത്തിനും നാഥനായി. ആനന്ദരൂപി പരാത്മാ പവിത്രനാം സീതാപതിക്കായി നിത്യം നമിപ്പു ഞാൻ. എല്ലാ പുരാണവും മാനിച്ചും അധ്യാത്മരാമായണത്തെ പഠിക്കുന്ന മാനവൻ. സീതാ ഹനുമാൻ ഭരതശത്രുഘ്നരെ കേട്ടും പറഞ്ഞും ലയിക്കാം പരംപദം. സംസാരം പോക്കുവാൻ നിത്യം പഠിക്കണം അധ്യാത്മരാമായണത്തെ മുമുക്ഷുവായി. കോടി പശുദാന തുല്യം ഫലം തരും സീതായനത്തെ നിരന്തരമോർക്കവേ.
ശ്രീശിവശൃംഗത്തിൽ നിന്നും ഉതിർന്നുടൻ ശ്രീരാമസാഗരം തന്നിൽ പതിച്ചൊരി രാമകഥയാം അളകനന്ദ സദാ ശുദ്ധമാക്കിയിടുന്നു മൂന്നു ലോകങ്ങളും. കൈലാസശൈലത്തിൽ സൂര്യ സമാനമാം രത്നസിംഹാസനം തന്നിൽ വിരാജിക്കും ആനന്ദകന്ദനാം മുക്കണ്ണനെ മുനിവൃന്ദം സുരൗഖവും വാഴ്ത്തി സ്തുതിക്കവേ. ചാരത്തു ഭക്ത്യാ പതിവ്രതാരത്നമാം പർവ്വതപുത്രിയാം ഗൗരി ഒരു ദിനം ധ്യാന നിരതനാം ഈശ്വരപാദത്തെ വന്ദിച്ചു ചോദിച്ചു ലോകഹിതത്തിനായി. സർവഭൂതത്തിലും വാഴുന്ന ചിന്മയ സർവത്തെയും ഉള്ളിലേറ്റുന്ന രക്ഷക ശ്രീരാമതത്വത്തെ കേൾക്കുവാനാഗ്രഹം ഉണ്ടെനിക്കെപ്പോഴും ത്വത്തുല്യനെങ്കിലും. ദേവരഹസ്യമാണെങ്കിലും അങ്ങൻ്റെ നാഥനാണല്ലോ പറയണമെന്നോടായി. രാമകഥകളും സീതാചരിതവും ചിന്തിക്കിൽ പാപങ്ങൾ തീരും സുനിശ്ചിതം. ജ്ഞാനവിജ്ഞാനവും വൈരാഗ്യഭക്തിയും നേടാനുതകുന്ന ഭാവേന ഭംഗിയിൽ സ്ത്രീ എന്നിരിക്കലും കാരുണ്യവായ്പുടെ മുക്തിക്കു ഹേതുകമായി കഥിക്കണേ. സംസാരസാഗരം താണ്ടുവാൻ കേവലം ശ്രീരാമപാദമാം തോണിയൊരാശ്രയം. ശ്രീപാദഭക്തിയെ തന്നിടുമക്കഥ ചൊല്ലേണമേ ദേവദേവാ ഭവാനിഹ. കേവല ഭക്തിയാൽ മോക്ഷം ലഭിച്ചിടാൻ വേറെ ഉപായമില്ലെങ്കിലും സംശയം തീർക്കുവാനോദേണം ശുദ്ധവചസ്സിനാൽ ജ്ഞാനത്തെ വിജ്ഞാനമൊപ്പം മഹേശ്വരാം. മായാഗുണങ്ങളാൽ പീഡിതനാകാത്ത നിത്യൻ പരാത്മാവും കാരണം ഏകനെ ജ്ഞാനികൾ രാവും പകലും ഭജിക്കയാൽ മുക്തി നേടുന്നു ജനീമൃതി മുക്തരായി. ആദ്യന്തമില്ലാത്ത പുരുഷൻ രാമനിൽ മാനവഭാവത്തെ കൽപ്പന ചെയ്യുകയാൽ മായാധിനാഥൻ സ്വമായയിൽ പെട്ടുപോയി തത്വം വസിഷ്ഠൻ കഥിക്കും വരെ സ്ഥിരം. സീതാവിരഹിയായി കേണതും എന്തിനായി ബാലിയെ കൊന്നതും വാനര സഖ്യവും ഗർഭിണി സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചും ലക്ഷ്മണ ത്യാജ്യവും ദുഃഖം സഹിക്കലും. ഇങ്ങനെയുള്ള ശ്രീരാമനാം രാജനെ ലോകർ ഭജിക്കുന്നതെന്തിനായെന്നതും മറ്റുള്ളവർക്കു സമാനാം മനുഷ്യനായി തീർന്നതും എന്തിനെന്നങ്ങു കഥിക്കണം. ശ്രീ മഹാദേവൻ പറഞ്ഞു, അല്ലയോ ഭക്തയാം ഗൗരി പതിവ്രതേ, ശ്രീരാമതത്വത്തെ ചോദിക്കൊണ്ടങ്ങ് ധന്യയായി കേട്ടാലും ഗൂഢതത്വങ്ങളെ മറ്റില്ലൊരാൾ മുമ്പ് എൻ വാക്കു കേൾക്കുവാൻ. കായേന വാചാ മനസാ നമിപ്പു ഞാൻ സീതാസമേതനാം ശ്രീരാമനെ സദാ. മൂലപ്രകൃതിക്കുമാദ്യനാം പുരുഷൻ ആനന്ദകന്ദൻ പരാത്മാ രഘുവരൻ. മായയാൽ സൃഷ്ടിച്ച ബ്രഹ്മാണ്ടമേതിലും ആകാശമെന്ന പോൽ വ്യാപിച്ചു നിൽക്കുന്ന ഗൂഢമാത്മതത്വത്തെ മറച്ചിഹ ഈരേഴു ലോകവും സ്വാംഗമാക്കി സ്വയം. കാന്തം ഇരുമ്പുമായി ചേരും വിധം ഭവാൻ ജീവന്റെ മാനസ വൃത്തികൾ മൂലമായി അജ്ഞർ അവിദ്യരായി ആസക്തചിത്തരായി കർമ്മങ്ങളാൽ ഭുജിപ്പിക്കും ഭവാർണവം. പുത്രകളത്രാദിഗേഹ ധനാശയാൽ കർമ്മങ്ങളിൽ ആണ്ടുമുങ്ങിയും മായയാൽ അജ്ഞത കൊണ്ടിവയൊക്കെയും ശുദ്ധനാം നിത്യനാം ആത്മാവിൽ ആരോപിച്ചും സദാ. ഹൃത്തിൽ വിളങ്ങുന്ന വിഷ്ണുവെ കാണാതെ ആത്മതത്വത്തെ അറിയാതെ രാമനിൽ മാനുഷഭാവത്തെ ഏറ്റുന്ന മൂഢന് ശ്രീരാമതത്വം അറിയൽ അസാധ്യമാം. സഞ്ചരിക്കുന്ന രഥത്തിലിരിപ്പവൻ കാണും മരങ്ങൾ പുറകോട്ടു പോണതായി. അവ്വിധം ആത്മാവ് ദേഹേന്ദ്രിയങ്ങളിൽ മോഹിപ്പിക്കുന്നു വലയ്ക്കുന്നു മർത്യരെ. രാവും പകലും ഈ ഭൂവിതിൽ കാണുമ്പോൾ ആദിത്യനിൽ ഇരുൾ ചിന്തകൾ കന്യമാം. വിഷ്ണുവാം രാമനിൽ വിദ്യ അവിദ്യകൾ കൽപ്പന ചെയ്യുന്നത് അത്യന്ത വിഭ്രമം. ആനന്ദചിന്മയൻ സാക്ഷി മാത്രം പ്രഭു രാമനിൽ മായാ പ്രകൃതി ഫലിക്കുമോ. മായയ്ക്കു നാഥനാം കാമനെ ബ്രഹ്മമായി കാണുക വേണമീ മാനുഷർ ഭക്തരായി. ഗൂഢമാം രാമതത്വം അതുകൊണ്ടു ഞാൻ ദുർലഭം മോക്ഷപ്രദായകം സത്കഥ. സ രാമസീതാവായുപുത്ര കവിവരൻ തന്നെ സംവാദമിപ്പോൾ കഥിച്ചിടാം. ശ്രീരാമദേവന്റെ ധർമ്മപത്നി സതി സീതയെ കട്ട ദശാസ്യ വധമതും സൈന്യം രഥം സുതർ സോദര നിഗ്രഹം ചെയ്തു കവി സംഘം ജ്യേഷ്ഠാനുജർ തഥാ. സീതയെ രക്ഷിച്ച സോദര ലക്ഷ്മണൻ സുഗ്രീവൻ ജാംബവാൻ മാരുതി അംഗദൻ രാജാ വിഭീഷണൻ നീലൻ നളൻ ഗുഹൻ പുഷ്പകയാനത്തിലെത്തി അയോധ്യയിൽ. രാജഗുരു വസിഷ്ഠാദി മുനികളാൽ പൂജിച്ചു 4 സമുദ്രജലത്തിനാൽ. പട്ടാഭിഷേകം കഴിഞ്ഞു വരേണ്യനായി സിംഹാസനാരൂഢൻ കോടി സൂര്യപ്രഭൻ. സീതാസമേതനാം രാമനെ കൂപ്പിയും രാമപാദം തൊട്ടു മാരുതി ബുദ്ധിമാൻ
ചെയ്യേണ്ട കാര്യത്തെ ചെയ്തവൻ നിസ്പൃഹൻ ചോദിച്ചു ഭക്തിയാൽ രാമനോടിങ്ങനെ. രാമതത്വം അറിയാനുണ്ടു മോഹവും രാമസേവ എന്ന ജന്മാഭിലാഷവും ഉണ്ടെന്നു മാരുതി ചൊല്ലവേ ശ്രീപതി സീതയെ നോക്കി ഉപദേശം നൽകുവാൻ. ഉത്തമ ഭക്തനിവൻ ജ്ഞാനിയാകുവാൻ അർഹത നേടിയോൻ രുദ്രാംശ സംഭവൻ. രാമാജ്ഞ കേൾക്കയാൽ ജാനകി ദേവിയും ശ്രീരാമതത്വം പറയാൻ തുടങ്ങിനാൻ. സീത പറഞ്ഞു, ബ്രഹ്മമാം അദ്വയൻ സച്ചിദാനന്ദനും പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടറിയാത്തവൻ അപ്രമേയൻ ശുദ്ധ സത്വഗുണവാനും ശ്രീരാമനെന്നതറിയണം മാരുതേ. നിർമ്മലൻ ശാന്തൻ സ്വയം പ്രകാശസ്ഥിതൻ നിർവികാരൻ സർവവ്യാപി പരംപുമാൻ കന്മഷം നീക്കുവാൻ ആനന്ദദായകൻ ശ്രീരാമനെന്നതറിയണം മാരുതേ. എന്നെ പ്രപഞ്ചത്തിൻ കാരണക്കാരിയായി മൂലപ്രകൃതിയായി ഓർക്കേണം എപ്പോഴും. ശ്രീരാമസന്നിധി തന്നിലെ സൃഷ്ടിയെ ഞാൻ തന്നെ പാലിച്ചു ശ്രീരാമസന്നിധി തന്നിലെ സൃഷ്ടിയെ ഞാൻ തന്നെ പാലിച്ചു സംഹരിക്കുന്നതും എന്നെ അറിയാത്ത മൂഢരാണിങ്ങനെ സൃഷ്ടിസ്ഥിതിയിലയ കാരണക്കാരനായി പുണ്യപുമാനെന്നു തെറ്റിദ്ധരിച്ചതും. സാക്ഷി നിമിത്തമാത്രൻ എന്നത് അജ്ഞരായി മൂലോകവർത്തിയായി മുഗുണ സംജ്ഞയായി മൂർത്തിത്രയങ്ങൾ നടത്തുന്നു പാലനം. പാലകൻ കോസലം തന്നിൽ അയോധ്യയിൽ ദാശരഥിയായി പിറന്നു രഘുകുലെ. കൗശികൻ തന്നെ യാഗത്തെ രക്ഷിക്കാൻ താടക നിഗ്രഹം ചെയ്തു രഘുപതി. ഗൗതമ പത്നി അഹല്യയെ പാദത്താൽ തൊട്ടു പതിശാപം തീർത്തു രഘുവരൻ. ത്രയംബകം വില്ലു പൊട്ടിച്ചു സ്വയം ഹരി മൈഥിലി ജാനകി സീതയെ വേട്ടുടൻ. ഭാർഗവരാമന്റെ വൈഷ്ണവ തേജസ് സ്വീകരിച്ചു വാണുരാമൻ അയോധ്യയിൽ. 12 വർഷം കഴിഞ്ഞു പിതാവിൻ്റെ ആജ്ഞയാൽ ദണ്ഡകാരണ്യത്തിൽ ചെന്നതും. ക്രൂരൻ വിരാധനെ കൊന്നു നിരവധി രാക്ഷസ നിഗ്രഹം ചെയ്തു രമാപതി. മായാവി മാരീചനെയും വധിച്ചിട്ടു സീതയെ കാണാഞ്ഞു തേടി നടക്കവേ. പക്ഷിപ്രവരൻ ജടായുവേ കണ്ടപ്പോൾ ദുഃഖമോടെ ബലികർമ്മവും ചെയ്തിട്ട് രാമൻ കബന്ധനെ മുക്തനാക്കി. പിന്നെ മാതാ ശബരിക്കും മോക്ഷമേകി ഹരി. സുഗ്രീവ സഖ്യവും ചെയ്തു സഹോദര ബാലിയെ കൊന്നു തിരഞ്ഞു സ്വകാന്തയെ. സേതു ബന്ധിച്ചിട്ടു ലങ്കയെ രോധിച്ചു രാക്ഷസ വംശം നശിപ്പിച്ചു പൂർണ്ണമായി. രാജ്യം വിഭീഷണന്നേകി സകലരും പുഷ്പകയാനത്തിലെത്തി അയോധ്യയിൽ. ഈ കർമ്മമെല്ലാം നിറവേറ്റിയെങ്കിലും ശ്രീരാമനിൽ ഈ കർമ്മമെല്ലാം നിറവേറ്റിയെങ്കിലും ശ്രീരാമനിൽ അതിൻ കർത്തൃത്വമേകി ഞാൻ. നിൽക്കലും പോകലും ഇച്ഛിക്കലും സുഖ ദുഃഖങ്ങളും തെല്ലും ശ്രീരാമനേശിട. ശ്രീരാമൻ ആനന്ദമൂർത്തിയും മുഗ്ഗുണമുക്തനാം കർമ്മവിഹീനൻ സാക്ഷിയും. മായയ്ക്കതീതനും അപ്രാപ്യൻ അവ്യയൻ സാക്ഷാൽ പരബ്രഹ്മമെന്നായി അറിയണം. പിന്നീടു രാമൻ സ്വയം ഹനുമാനോടായി ആത്മാ അനാത്മാ പരമാത്മാ തത്വവും പഞ്ചീകരിപ്പതും മാനസബന്ധവും ദേഹലബ്ധിക്കുള്ള കാരണമൊക്കെയും. ഛായ ജലാകാശം മൊത്തം മഹാകാശം പാത്രത്തിനുള്ളിൽ ഘടാകാശം ഇങ്ങനെ. ആകാശഭേദങ്ങൾ 3ആയി തിരിച്ചപ്പോൾ ചൈതന്യവും 3 മട്ടെന്നറിയണം. ബുദ്ധി നനച്ചതും ബുദ്ധി മറച്ചതും പൂർണ്ണൻ പരമാത്മാവെന്നും അവിദ്യയാൽ. സർവവും ബ്രഹ്മമയമായി കാണുവാൻ മായ കൊണ്ടെന്നും കഴിയാതെ വന്നിടാം. ദേഹിദേഹത്തോടു ചേരുമ്പോൾ ജീവനായി ദ്വൈതമായി ഞാനെന്ന അഹങ്കാരിയായിടും. വേദസൂത്രങ്ങളാം തത്വമസി എന്ന ബ്രഹ്മൈക്യബോധത്താൽ ജ്ഞാനിയായി മാറണം. ബ്രഹ്മോഹമസ്മി അയമാത്മാ ബ്രഹ്മവും പ്രജ്ഞാനം ബ്രഹ്മവും തത്വമസീയതും. സാധകൻ നിത്യം മനനം നടത്തുകിൽ എൻ്റെ ആ ഭക്തൻ ലയിക്കുമെന്നിൽ ദൃഢം. നാട്യങ്ങളാൽ ശാസ്ത്രകോടികൾ ചൊല്ലിയും പാണ്ഡിത്യമേറെ പണിപ്പെട്ടു നേടിയും. ഭക്തിയില്ലാതെ ഈ എന്നിൽ ലയിക്കുവാൻ ഒട്ടുമേ സാധ്യമല്ലെന്നതറിയണം. ശുദ്ധമനസ്കനാം ഭക്ത ഹനുമാൻ നീ ഞാനാകും ബ്രഹ്മത്തെ ഹൃത്തിൽ സ്മരിക്കണം. ഗൂഢരഹസ്യമീ വാക്കുകൾ അജ്ഞർക്ക് പാടില്ല നൽകുവാൻ സ്വർഗം ലഭിക്കിലും. ശ്രീ മഹാദേവൻ പറഞ്ഞു, ഗൗരി ശിവേ ശൈലപുത്രി സതീ മമ. വാക്യത്തിനുള്ളിലെ ശ്രീരാമമാനസം തത്വങ്ങളാൽ പരിപാവനമെന്നതും ശീലിക്കുകിൽ മഹാപാപത്തെ തീർപ്പതും. ശ്രീരാമനിൽ സ്വയം വാക്കാൽ പറഞ്ഞതും ശ്രീരാമനാൽ സ്വയം വാക്കാൽ പറഞ്ഞതും വേദവേദാന്തവും ശാസ്ത്രത്തിൻ സാരവും കേൾക്കിൽ പഠിക്കിൽ മുമുക്ഷുവായി തീർന്നിടും. ജ്ഞാനിയായി മുക്തനായി ശ്രീപാദം ചേർന്നിടും. അന്യനാരീഭ്രമം ബ്രഹ്മഹത്യാദിയും പാലിൽ പരദ്രവ്യലോഭമോഹങ്ങളും ഗോഹത്യയും ബാലപീഡാദിയൊക്കെയും കാലിക ദോഷങ്ങൾ ചെയ്യുന്നതൊക്കെയും
ഏകാശ്രയമായി ശ്രീരാമഹൃത്തടം തന്നിൽ മനമൂന്നി ഭക്ത്യാ ഭജിക്കുകിൽ ദേവകളൊക്കെയും പൂജിക്കും മണ്ണിലും സ്വസ്ഥനായി സായുജ്യം നേരിടും നിശ്ചയം. ഭക്തിയില്ലെങ്കിലും ജ്ഞാനമില്ലെങ്കിലും രാമസീതാ കഥ നിത്യം സ്മരിക്കുവാൻ സാധിക്കണം. മമ പാപങ്ങൾ തീർക്കുവാൻ ധന്യം ഇഹ പരസൗഖ്യം ലഭിക്കുവാൻ. ബാലകാന്ഡം സർഗം 1 സമാപ്തം. 7 കാണ്ഡങ്ങളാണ് ഇതിലുള്ളത്. അതിൽ സീത ശ്രീ ഹനുമാനോട് പറയുന്നതായിട്ടുള്ള രാമായണം, സീതായനം, വേദസാരം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ബ്രഹ്മോഹമസ്മി എന്ന ഋഗ്വേദത്തിലെ സൂത്രവാക്യം, അയം ആത്മാ ബ്രഹ്മം, ഇത് സാമവേദത്തിലെ വാക്കാണ്. പ്രജ്ഞാനം ബ്രഹ്മം, ഇത് അഥർവവേദത്തിലെ. തത്വമസി, അത് യജുർവേദത്തിലെ ഈ സൂത്രവാക്യങ്ങളാണ്. രാമായണം രാമനാൽ ചെയ്തു കാണിക്കപ്പെടുക എന്നതാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. രാമനോളം ധർമ്മത്തെ തപസ്സായിട്ടും ശുദ്ധിയായിട്ടും ദയയായിട്ടും സത്യമായിട്ടും 4 പാദങ്ങൾ ഒരേപോലെ ചെയ്ത് കാണിച്ചതായിട്ട് മറ്റൊരു ദേവനില്ല. അങ്ങനെയുള്ള ആ രാമനെ ഈ അധ്യായം കൊണ്ട് മുഴുവനായിട്ട് പറഞ്ഞു. രാമായണം മുഴുവൻ. രാവണനാകുന്ന, ഇനി അതിൻ്റെ എത്ര ചീത്ത എടുക്കേണ്ടത് വെച്ചാൽ അത് മുഴുവൻ. 36 ചീത്തകൾ എന്നൊക്കെ പറയും. ചീത്തകൾ പിന്നെയുണ്ട്, 72 ചീത്തകളെന്ന് പറയും. ആലസ്യം, ഈർഷ്യ, അവമാനം, തെറ്റുകൾ ധാരാളം. ശീലമായിട്ട് വരുന്നതായിട്ടുള്ള സ്വാർത്ഥപരമായിട്ടും തിന്മയായിട്ടും രജോ ഗുണവും തമോ ഗുണവും നമ്മളെ തെറ്റിലേക്ക് നടത്തുന്നു. അതിനെ ഒഴിവാക്കണം. 3 ശ്ലോകം. ഷഡ്വൈരി, ഷഡൂർമി, ഷഡ്ഹരി, സപ്തവ്യസനങ്ങൾ, പഞ്ചക്ലേശങ്ങൾ. നമ്മളിവിടെ ഈ പ്രപഞ്ചത്തിൽ ആസക്തിയോട് കൂടിയിട്ട് ഈ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെ വല്ലാതെ കണ്ട് മോഹിക്കുന്നതായിട്ടുള്ള ദേഹമോഹിയായിട്ടുള്ള മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം, തമസ എന്ന ഈ 5 നെഗറ്റീവ്സ് നമ്മളെ വല്ലാതെ കണ്ട് ഭരിക്കും. അതിനെ ഒഴിവാക്കണം. ഒരു മടിയും കൂടാതെ കണ്ട് നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട്, മറവിയില്ലാതെ കണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ ശീലമായി കൊണ്ട് ചെയ്യണം. കർത്തവ്യബോധത്തോടു കൂടിയിട്ട് കടമയായിട്ട് ചെയ്യണം. അതിൻ്റെ കർത്താവാവുകയും പാടില്ല. എതിർച്ഛാലാഭ ദുഷ്ടിയോട് കൂടിയിട്ട് ചെയ്യണം. സർവഭൂത ഹിതേ രഥാഹ എന്നുള്ള ഭാവത്തിലാവണം. സമചിത്തത, സമഭാവന, സമദൃക് ആവണം. അങ്ങനെ ധാരാളം. ഇത് ഉപദേശങ്ങളാണ് മുഴുവൻ. കഥയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാതെ കണ്ട് കിട്ടുന്നതായിട്ടുള്ള ഉപദേശങ്ങളാണ്. നമ്മളതിന്ന് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സീത രാമനോട് ചോദിക്കുകയാണ്, ഞാൻ രാമതത്വം പറയട്ടെ? ഹനുമാൻ ഇതാ ആവശ്യപ്പെടുന്നു. അപ്പോൾ പറഞ്ഞോളാൻ വേണ്ടി ആജ്ഞ കിട്ടിയതിൻ്റെ ശേഷമാണ് പതിവ്രതയായിട്ടുള്ള ആ സീത രാമതത്വത്തെ ഹനുമാനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് ശ്രീപാർവതിക്ക് മഹാദേവൻ പറഞ്ഞു കൊടുത്തത്. അതാണ് ബ്രഹ്മാവിന് മഹാദേവൻ പറഞ്ഞു കൊടുത്തത്. അതാണ് ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തത്. ആ ബ്രഹ്മാവ് തന്നെയാണ് വാൽമീകിക്ക് ഈ രാമായണം പറഞ്ഞു കൊടുത്തത്. ആ വാൽമീകിയാണ് ഇത് ആദികാവ്യമായിട്ട് രചിച്ചത്. ആ ഭഗവാൻ വ്യാസൻ തന്നെയാണ് ഇത് രാമായണമായിട്ട്, അധ്യാത്മരാമായണമായിട്ട് 4250 ശ്ലോകങ്ങളോട് കൂടിയിട്ട് രചിച്ചത്. അതിനെ പരിഭാഷ പോലെ ഞാനും വടശ്ശേരി ഹരിനമ്പൂതിരി ആയിട്ടുള്ള ഞാൻ, വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി എന്ന എൻ്റെ 1000 കൊല്ലം മുന്നേയുള്ള ഒരു മുതുമുത്തശ്ശൻ്റെ അനുഗ്രഹം കൊണ്ട് പാണ്ഡിത്യമില്ലാത്തതായിട്ടുള്ള എനിക്കും ഇത് പരിഭാഷ ചെയ്യാൻ സാധിച്ചു. എൻ്റെ കഴിവല്ല, ഞാനല്ല ഇത് എഴുതിയത്, എന്നെക്കൊണ്ട് ഭഗവാൻ എഴുതിച്ചതാണ്.
രാത്രി എന്ന് പകല് എന്ന് വ്യത്യാസമില്ലാതെ കണ്ടാണ് എഴുതിയത്. പ്രത്യേകിച്ചൊരു ചിട്ടകളും കൂടാതെ കണ്ടാണ് എഴുതിയത്. രാമായണം എഴുതുക എന്ന ഉദ്ദേശമാണോ അറിയില്ല. രാമായണത്തെ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വായിക്കുമ്പോഴും രാമായണത്തെയാണ് മനസ്സിലാവുക, പാണ്ഡിത്യത്തെയല്ല. എന്നിലെ പാണ്ഡിത്യം അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു രചന നടത്തുക, അങ്ങനെയല്ല ഉണ്ടായത്. രാമായണം എന്താണ് അത് പറയാൻ വേണ്ടിയിട്ട്, ഭാഗവതം എന്താണ് അത് പറയാൻ വേണ്ടിയിട്ട് ഭാഗവതം എഴുതി. സംജ്ഞാസംഗ്രഹം എന്ന പേരിൽ 7 സപ്താഹയജ്ഞമായിട്ട് അത് നടത്തൽ കഴിഞ്ഞു. രാമായണം പല ദിക്കുകളിലും പാരായണം ചെയ്യണം. സപ്താഹമായിട്ട് പാരായണം ചെയ്യാറുണ്ട്, 3 ദിവസം കൊണ്ട് പാരായണം ചെയ്യാറുണ്ട്. അങ്ങനെ പലതരത്തിൽ 3 ദിവസം പാരായണം ചെയ്യുമ്പോൾ പറയാനൊന്നും പറ്റില്ല. 7 ദിവസമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. രാമായണം 7 ദിവസം കൊണ്ടാണ് വായിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ വായിക്കുമ്പോൾ കുറേ പറയാനും പറ്റും. ആ രാമായണത്തെ നന്നായിട്ട് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യും. അപ്പം അങ്ങനെ രാമൻ ജനിച്ചു. കുട്ടികളില്ലാത്ത അച്ഛനമ്മയ്ക്ക് സന്താനം, അത് തന്നെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ പെട്ടെന്ന് ആരെയും വിവാഹം കഴിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ആണ് സീതയുടെ ആ മഹത്വം. അപ്പം അതുകൊണ്ട് ശിവധനുസ് ഭഞ്ജിച്ചാലേ, അല്ലെങ്കിൽ ശിവധനുസ്സിൽ ഈ കയറ് കെട്ടി എൻ്റെ ഞാണ് കെട്ടിയിട്ട് വില്ല് തൊടുത്ത് അങ്ങനെ ആയാലേ അത് വിവാഹം കഴിക്കാൻ പറ്റൂ എന്ന പന്തയം. ശിവധനുസ് ഭഞ്ജിച്ചുകൊണ്ട്, പൊട്ടിച്ചുകൊണ്ട് രാമൻ സീതയെ വിവാഹം കഴിച്ചു. 12 കൊല്ലം സുഖമായിട്ട് അച്ഛൻ്റെയും അമ്മയുടെ ഒപ്പം, അമ്മമാരുടെ ഒപ്പം, സഹോദരങ്ങൾക്കൊപ്പം വസിച്ചു. അതിനുശേഷം വനവാസം കാരണമുണ്ടാക്കി. രാക്ഷസനാശമാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശ്യം. അത് നടത്താൻ വേണ്ടിയിട്ട് കാട്ടിലും മേട്ടിലും എല്ലാ ദിക്കിലുള്ള രാക്ഷസന്മാരെ മുഴുവൻ വധിച്ചു. തൻ്റെ പത്നിയെ പോലും കട്ടെടുത്തതായിട്ടുള്ള രാക്ഷസ ബുദ്ധിയെ, ഏറ്റവും ചീത്തയായിട്ടുള്ള രാവണഭാവത്തെ രാവണനെ വധിച്ചു, കുംഭകർണനെ വധിച്ചു, വിഭീഷണനെ രാജാവാക്കി. ഒരു ഭീതിയും ഇല്ലാതെ സുഖമായിട്ട് വസിക്കാവുന്ന അന്തരീക്ഷത്തെ വിഭീഷണൻ ഉണ്ടാക്കി കൊടുത്തു. ഒരു ഭീതിയില്ല. രാജശാസനം ചിലപ്പോൾ ഭീതിയായിട്ടാണ് വരിക, അതില്ല അവിടെ. എല്ലാവരും സാത്വികരായിട്ട് മാറി. അതാണ് രാമരാജ്യമായിട്ട് മാറി. രാമൻ ഭരിക്കുന്ന സ്ഥലത്തും രാമൻ്റെ ഭക്തന്മാർ ഭജിക്കുന്ന സ്ഥലത്തും രാമൻ അനവധി യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. കിംവദന്തിയായിട്ട് പറഞ്ഞപ്പോഴാണ് രാമനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാമനെ വിലയില്ലാതെ കണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തനിക്ക് മൂല്യമുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഏറ്റവും ജീവനായിട്ടുള്ള, പ്രാണനായിട്ടുള്ള ആ സീതയെപ്പോലും ഉപേക്ഷിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് രാമൻ ഭരിച്ചു. രാമരാജ്യം. അവിടെ ദുഃഖം എന്നൊരവസ്ഥയില്ല, വൈകുണ്ഠം പോലെയാണ്. അകാലമരണം ഇല്ല, കുട്ടികളില്ലാത്ത അവസ്ഥയില്ല, ദാരിദ്ര്യമില്ല, സ്പർദ്ധയില്ല, അസൂയ മാത്സര്യാദി യാതൊന്നുമില്ല. മഴയുണ്ട്, ഋതുക്കളെല്ലാം നന്നായിട്ട്, ധനധാന്യങ്ങളൊക്കെ ധാരാളം, ഔഷധങ്ങളൊക്കെ വേണ്ട രീതിയിൽ, എല്ലാം പഞ്ഞമാസമില്ല. എല്ലാവർക്കും മനസ്സിനും ശരീരത്തിനും സന്തോഷം. അതാണ് രാമരാജ്യം. അങ്ങനെയുള്ള ആ രാമനെ നമുക്ക് ഇനി അവതരിപ്പിക്കാം. അത് അടുത്ത അധ്യായത്തിൽ, 3-ാമത്തെ അധ്യായത്തിലാണ് അവതാരം. നമുക്കത് കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ.